പേപ്പട്ടി വിഷബാധയ്ക്കുള്ള വാക്സിന്റെ 3 ഡോസ് എടുത്തിട്ടും ഏക മകൾ മരണത്തിന് കീഴടങ്ങിയതിന്റെ ദുഃഖവും പേറി കഴിയുകയാണ് പത്തനംതിട്ട പെരുന്നാട് സ്വദേശിനി രജനി. രജനി ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. രജനി, കേൾക്കാമെങ്കിൽ ഈ തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളാണ്. സുപ്രീം കോടതിയിൽ രജനിയും കക്ഷി ചേർന്നിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ എന്ത് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ? എല്ലാ അമ്മമാർക്കും, എന്നെ പോലുള്ള അമ്മമാർക്കും പ്രായമായവരും അല്ലെ അവരുടെ ബന്ധുക്കളാണെങ്കിലും ഇതിന് ഈ തെരുവുനായയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പേപ്പട്ടി വിഷബാധ ഏറ്റ് മരണപ്പെട്ടവരും അല്ലാതെയും ഉള്ളവർക്ക് ഏറ്റവും വളരെ ആശ്വാസം തോന്നുന്നൊരു വിധിയാണിത്. കാരണം ഈ പറയുന്ന ഈ തെരുവുനായ ഇതുപോലെ ഇത്രയും തെരുവുനായകൾക്ക് മാത്രമേ ഉള്ളല്ലോ ഇത്രയും വലിയ അതിനായിട്ട് കക്ഷി ചേരാൻ ആൾക്കാരും മറ്റു കാര്യങ്ങളും മറ്റു ഒരു ജീവികൾക്കും ഇല്ലല്ലോ ഇത്രയും പോലെ. ഒരു വന്യമൃഗം അതായത് ഒരു നാട്ടിലേക്ക് ഇറങ്ങി ഒരു നാശനഷ്ടം വരുത്തിയാൽ അതിനെ വെടിവെച്ച് കൊല്ലാനൊരു നിയമമുണ്ടല്ലോ. ഈ പേപ്പട്ടികൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശല്യം ഉണ്ടാകുന്ന നായകൾക്ക് മാത്രം യാതൊരു നിയമവുമില്ല. അതിനുവേണ്ടി കക്ഷി ചേരാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് തീറ്റ കൊടുക്കാനും ആൾക്കാരുണ്ട്. ഈ കുഞ്ഞുങ്ങളെയും പ്രായമായുള്ളവരെയും ഈ തെരുവിൽ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഓരോ നഷ്ടങ്ങളും ജീവൻ നഷ്ടമാകുകയാണ്. എൻ്റെ കുഞ്ഞിനോടൊപ്പം എത്രയോ കുഞ്ഞുങ്ങൾ, എത്ര പേരെ, അവർക്ക് വേണ്ടി എല്ലാവരും കൂടിയാണ് ഇതുപോലുള്ളൊരു പോരാട്ടം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും മറ്റുള്ള സംഘടനകളെ മറ്റുള്ള ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ആശ്വാസകരമായ ഒരു വിധിയാണ് ഇരിക്കുന്നത്. ഈ ഒരു അതായത് തെരുവ് പട്ടികൾക്ക് വേണ്ടി സംസാരിക്കാനും അതിനുവേണ്ടി ഹർജി ചേരാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ വേറെയാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ വിലയല്ല അവർക്ക് പ്രാധാന്യം. അവർക്ക് പ്രാധാന്യമുള്ളത് അവരുടേതായ സ്വാർത്ഥ താല്പര്യമാണ്. അല്ലാതെ കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ വിലയോ പ്രായമായവരുടെ ജീവൻ്റെ വിലയോ ഒന്നുമല്ല. കാരണം കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മകളെ തന്നെയാണെങ്കിലും അത് നെഞ്ചത്തോട്ട് ഒറ്റ ചാടിയാണ് അത് മുകളിലോട്ട് കയറ്റം എൻ്റെ കുഞ്ഞിനെ ടാറിങ് റോഡിലാണ് തള്ളിയിട്ടത്. കുഞ്ഞുങ്ങൾക്കറിയില്ല, കുഞ്ഞുങ്ങൾ പട്ടിയെ കാണുന്നതിന് അവർ ഓടും. അവർക്കറിയത്തില്ല കല്ല് പെറുക്കി എറിയണമെന്നോ അതൊന്നും. ആ സമയത്ത് അവർക്കതൊന്നും ചിന്തിക്കാൻ ഒക്കത്ത ശേഷിയില്ല. അവർ അതിനടിപ്പെട്ട് പോകത്തതേ ഉള്ളൂ. പേ വിരിച്ച പട്ടിയെ അവർക്ക് അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ നേണ്ടി പോള ഭാഗത്തൊരു മുറിവുണ്ടായതിൽ നിന്നാണ് ഈ വൈറസ് ബാധയുണ്ടായത്. തലയുടെ കഴുത്തിന് മുകളിലോട്ട് കടി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ചുള്ള കാര്യമായ അറിവുകൾ മനുഷ്യർക്ക് കൂടുതലുണ്ടാകണം. എന്നാൽ മാത്രമേ കൂടുതൽ പേര് രക്ഷപ്പെടത്തുള്ളൂ. അതുമാത്രമല്ല അതായത് ഈ തെരുവിൽ ഈ നായകൾ വരുന്നല്ല, തെരുവിൽ ഈ നായകളെ ഉപേക്ഷിക്കപ്പെടുന്നതാണ്. ഒരു വീട്ടിൽ ഒരു പട്ടി ഉണ്ടായാൽ അല്ലെങ്കിൽ ആ പട്ടിക്ക് 4-5 കുഞ്ഞുങ്ങളുണ്ടായാൽ അതിനെ ഒന്നും സംരക്ഷിക്കാൻ വയ്യാത്തവരാർക്കെങ്കിലും വളർത്താൻ കഴിയുന്നവർക്ക് കൊടുക്കണം. അല്ലാതെ കൊണ്ടുവന്ന് റോഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോരുത്തരുടേതിനെയും കൊണ്ടുവന്ന് ഇങ്ങനെ റോഡിലേക്ക് ബോക്സുകളിൽ കൊണ്ട് നിക്ഷേപിക്കുന്നവരുണ്ട്. അത് അവിടെ നിന്ന് ഹോട്ടലുകളിലെ വേസ്റ്റ് ആണെങ്കിലും മറ്റുള്ളവരുടെ വേസ്റ്റ് ആണെങ്കിലും തിന്ന് വളർന്ന് അവർ കുറേ നാൾ കഴിയും ആക്രമണകാരികളായി മനുഷ്യരെ, പ്രായമായവരെയും കുട്ടികളെയെല്ലാം ആക്രമിച്ചാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായത്. അവർക്ക് തീറ്റ കൊടുക്കാൻ ആളുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ വേറെയാണ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല രാജ്യത്ത് നടപ്പിലാകുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ളൊരു അത് മാത്രമല്ല, ഇങ്ങനൊരു കർശനമായ ഒരു നിയമം വന്നപ്പോൾ ഈ നിയമം പ്രാവർത്തികമാക്കി ഇത് പ്രാബല്യത്തിൽ വരണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഇത് ആശ്വാസകരമാകത്തുള്ളൂ. ഈ വിധി വളരെ ആശ്വാസകരമായിട്ടുള്ളതാണ്. എന്നെപ്പോലുള്ള ഓരോ അമ്മമാർക്കാണെങ്കിലും പ്രായമായവർക്കായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എല്ലാവരും കാണാം. അവർക്കെല്ലാം ഈ ഒരു വിധി ആശ്വാസമാണ്. മറ്റൊരു കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പ്രായമായവർക്കും ആർക്കും ഇനി ഇത് സംഭവിക്കാതിരിക്കട്ടെ. തെരുവിൽ നിന്ന് ഒരു നായയുടെ കടി പോലും ആർക്കും ഏൽക്കാതെ എല്ലാവരും സുരക്ഷിതം. കാരണം തെരുവ് നായയുടെ, അതായത് പേ പിടിച്ച് മരിക്കുക എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരു മരണമാണ്. അത് സംഭവിച്ച് അതിൻ്റെ മൊത്തം കാര്യങ്ങൾ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മളൊരു കുഞ്ഞുങ്ങളെ വളർത്തുന്ന വളരെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടിയാണ്. ആ ആഗ്രഹങ്ങളാണ് നമുക്ക് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നത്. അത് നഷ്ടപ്പെട്ടവർക്കേ അതിന്റെ വേദന അറിയത്തുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രമേ ഇതിന് മുന്നോട്ട് വരത്തുള്ളൂ. വേദന നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 2022 ഓഗസ്റ്റ് 13 അഭിരാമി ഇത്തരത്തിൽ തെരുവുനായയുടെ കടിയേൽക്കുന്നതും തുടർന്നുള്ള സംഭവങ്ങളൊക്കെ കേരളം തന്നെ ഏറെ വേദനയോടെയാണ് ഓർക്കുന്നത്. ഇപ്പോൾ അന്ന് ഓർമ്മയുണ്ട്, മകൾ പാല് വാങ്ങാൻ പോകുമ്പോഴാണ്. അതുപോലെ വളരെ അലക്ഷ്യമായി എത്രയോ ആളുകൾ ഇങ്ങനെ ഈ തെരുവുനായ കടിയേൽക്കുന്ന സാഹചര്യം പിന്നെയും കണ്ടിട്ടുണ്ട്. ഇതിന്റെ ആക്രമണങ്ങൾ കൂടി വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമുക്കറിയാം,
ചില സാങ്കേതികമായി കൂടി ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ കേന്ദ്ര നിയമങ്ങൾ, അതിൻ്റെ സാങ്കേതികത്വം, ഇതൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഭരണാധികാരികൾ പോലും അതിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ABC കേന്ദ്രങ്ങളുടെ ആവശ്യകത, ഈ തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്നുള്ള വിഷയം സുപ്രീം കോടതി ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ കാര്യക്ഷമമായി ഒന്നും നടപ്പിലാവുന്നില്ല. ഇപ്പോൾ സർക്കാർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് രജനി പ്രതീക്ഷിക്കുന്നത് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന്? അതിപ്പോൾ സംസ്ഥാന സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ ആയാലും ഇതിനെ നടപ്പിലാക്കുന്നതിൽ എത്രത്തോളം കാര്യക്ഷമമായിരിക്കണം അവർ? ABC കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് അത് നേരത്തെ തന്നെ ഇതിനകത്ത് ഹർജി ചേർന്നപ്പോഴേ അതിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഷെൽട്ടറുകൾ പണിഞ്ഞ് ഈ തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായകളെ അതിലേക്ക് മാറ്റണം എന്നുള്ളത്. പക്ഷെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അപ്പോൾ അവർക്കായിട്ട് പ്രത്യേക നോക്കാൻ ആളിനെയൊക്കെ അതിന് പ്രത്യേക ഡോക്ടേഴ്സ് അങ്ങനെയുള്ളതെല്ലാം ഒരു പഞ്ചായത്തിന് അതിൻ്റേതായ കാര്യങ്ങൾ കാണും. അതിനുള്ള ഫണ്ടുകൾ ഗവൺമെൻറ്റിൽ അലോട്ട് ചെയ്ത് ഇങ്ങനെയുള്ള ABC ഷെൽട്ടറുകൾ സ്ഥാപിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിക്കുന്ന നായ്ക്കളെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകത്തുള്ളൂ. അതുമാത്രമല്ല, ആക്രമണകാരികളായ നായകളെ പിന്നെ നോക്കുകയില്ലാതെ ഇതിനെ അപ്പോൾ തന്നെ കൊന്നുകളയാനുള്ള ഒരു തീരുമാനം, അതാണ് ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അത് വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. അത് എല്ലാവർക്കും ഇത് ഇപ്പം പോകുന്ന ജഡ്ജിമാരെ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ വരെ ഈ നായകൾ കടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കൂടുതൽ ഇത്രയും രൂക്ഷമായ ഒരു പ്രശ്നമായിട്ട് ഇപ്പൊ ഇത് കണക്കിലെടുത്തത്. ശരി രജനി, എന്തായാലും ഈ ഘട്ടത്തിൽ നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് നന്ദി. ഒപ്പം അഭിനന്ദനങ്ങൾ. ഈ ഹർജിയിൽ കക്ഷി ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സാധാരണക്കാർക്ക് പോലും ഗുണകരമായ, ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു പോകുമ്പോഴും രജനി ആ പോരാട്ടത്തിന്റെ ഭാഗമായി എന്നുള്ളതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു.